ഹായ് ഗായ്സ്, സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ രാധിക ദേവന് ഫോൺ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. മുത്തശ്ശി എല്ലാ പണിയും ഒപ്പിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സുകുമാരിയും പ്രിയങ്കയും കൂടി നേരെ ആറ്റുവാശ്ശേരിക്ക് തന്നെ തിരിച്ചെത്തുന്ന സമയത്ത് ദേവന് നേരെ അവർ രണ്ടുപേരും കൂടി റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. അവൻ പൂട്ടിയിട്ട സമയത്ത് ദേവൻ പറയുന്നുണ്ട്, നിങ്ങൾ ഭക്ഷണത്തിന് മാത്രം ഈ ജനലിലൂടെ ഭക്ഷണമൊക്കെ തരാം, എന്തായാലും അതിനു വേണ്ടി പട്ടിണിയൊന്നും കിടക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി പറയുന്നുണ്ട്, അയ്യടാ എനിക്കൊന്നും വേണ്ട എന്നൊക്കെ അങ്ങനെ പറയണേ. അപ്പോൾ ആ ഭക്ഷണം എന്തായാലും കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ദേവന് ആ ഭക്ഷണപ്പൊതി നേരെ ജനവാതിലിൻ്റെ ഉള്ളിലൂടെ കൊടുക്കുകയാണ്. എന്നിട്ട് ദേവൻ പറയുന്നുണ്ട്, പിന്നെ അമ്മനോടൊരു കാര്യം, ഈ ജനവാതിൽ എന്തായാലും ഡോറ് കുറ്റിയിട്ടിട്ട് ഇങ്ങനെ പ്രതിഷേധിക്കൊന്നും വേണ്ട, എന്തായാലും ഞങ്ങളത് വന്നിട്ട് തള്ളി തുറന്ന് ഓപ്പണാക്കാനോ നിങ്ങളെ വിളിക്കാനോ എന്തിനും വരത്തൊന്നുമില്ല എന്നൊക്കെ പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് സുകുമാരിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട്. സുകുമാരി നേരെ ദേവനോട് ഇങ്ങനെ ഭയങ്കര കയർത്ത് ഇങ്ങനെ നോക്കിയിട്ട് വേഗം ജനവാതിലൊക്കെ ലോക്ക് ചെയ്തിട്ട് ആ ചപ്പാത്തി പൊതിയും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് പ്രിയങ്ക അവിടെ അടുത്തൊക്കെ ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി ഇനി നമ്മൾ എന്ത് ചെയ്യും മുത്തശ്ശി, നമ്മളാകെ പെട്ടുപോയല്ലോ, ഇനി നമ്മളെങ്ങനെ ഇതെന്നൊന്ന് പുറത്ത് കിടക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുകുമാരി പറയുന്നുണ്ട്, എനിക്കറിയില്ലടി, ഞാൻ എന്തായാലും ദേവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടില്ല, അവൻ ഇങ്ങനൊരു പ്ലാനൊക്കെ ചെയ്യുന്നു എന്തായാലും നമ്മൾ തീരെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ഇനി എന്താണ് അവ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ നേരെ അവിടെ പോയി ആ കട്ടിലിരിക്കുകയാണ്. കട്ടിലിരുന്നതിന് ശേഷം പ്രിയങ്ക ഇങ്ങനെ പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഞാൻ ആ ചപ്പാത്തി പൊതിയിൽ നിന്ന് 2 ചപ്പാത്തി എടുത്തിട്ട് തിന്നാലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഓ എന്തൊരു കൊതിച്ച്, നിനക്കറിയോ ഞാൻ ഇതുവരെ ഒരു ചപ്പാത്തി പോലും കടയിൽ നിന്ന് വാങ്ങിയതൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും കഴിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയങ്ക ഇങ്ങനെ വിശപ്പ് പറയാണ്. അപ്പോൾ ലാസ്റ്റ് സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാൽ നീ പോയി ഒന്ന് കഴിക്ക് എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, എന്തായാലും ഞാൻ 2 ചപ്പാത്തി പൊതിയല്ല എടുക്കുക, അപ്പോൾ അവർക്ക് ആ പൊതിയിൽ നിന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നത്തുമില്ല, അവർ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വേഗം പോയിട്ട് ആ പൊതിയൊക്കെ തുറന്ന് അതിൽ നിന്ന് 2 ചപ്പാത്തിയൊക്കെ എടുക്കുകയാണ്. എന്നിട്ട് അവൾ 2 ചപ്പാത്തി എടുത്ത് വേഗം അങ്ങനെ ആ പൊതിയൊക്കെ മടക്കി വെക്കുന്നത് കണ്ടപ്പോൾ സുകുമാരി മുത്തശ്ശി ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സുകുമാരി മുത്തശ്ശിക്ക് എന്തായാലും സംഭവത്ത് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് സുകുമാരി മുത്തശ്ശി വേഗം പ്രിയങ്കനോട് ഇങ്ങനെ ചീത്ത പറയാം, നീ എന്താണ് ഈ ചെയ്യുന്നത്, അപ്പം എനിക്കെന്താ ഒന്നും വേണ്ട, ഞാനെന്താ ഗ്യാസ് വന്ന് ചത്തോട്ടെ എന്നൊക്കെയാണ് നീ വിചാരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പ്രിയങ്ക ഇങ്ങനെ, അപ്പോൾ മുത്തശ്ശിക്കല്ലേ കടയിൽ നിന്ന് വാങ്ങിയ ചപ്പാത്തിയൊന്നും കഴിക്കൂല എന്നൊക്കെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രിയങ്ക ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയായിരുന്നു. കാരണം മുന്നേ ദേവൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ എന്തായാലും കടയിൽ നിന്ന് വാങ്ങിയതാണ്, യശോദനോട് ഇവിടെ നിന്നൊന്നും ഉണ്ടാക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ നന്ദി ഇല്ലാത്തവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നൊക്കെ ദേവനെ മുത്തച്ഛനോട് പറഞ്ഞിരുന്നല്ലോ. ആ ഒരു രീതിയിൽ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് സുകുമാരി മുത്തശ്ശി എന്തായാലും ചപ്പാത്തി വേണ്ടെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ വിശപ്പ് കൺട്രോളിൽ നിന്ന് പോയപ്പോൾ പിന്നെ സുകുമാരി മുത്തശ്ശി അവിടെ ഇരുന്ന് 2 പേരും ഫുള്ള് കഴിക്കുകയാണ്. പിന്നെ നേരെ കണിമംഗലത്താണ് കാണിക്കുന്നത്. കണിമംഗലത്ത് രാധിക ഇങ്ങനെ റൂമിൽ വന്ന് നോക്കുമ്പോൾ ഉണ്ടാകും വരുണ് നല്ല ഉറക്കമാണ്. അപ്പം രാധിക വിചാരിച്ച് ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ എന്നൊക്കെ വിചാരിച്ച് വരുണിൻ്റെ അടുത്ത് ഇങ്ങനെ പോയിട്ട് വരുൺ ഉറങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട്, ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, ഞാനിങ്ങനെ നീ എന്താ വിചാരിച്ചത്, ഞാൻ ഉറങ്ങിയിട്ടുണ്ട് എന്നാണ് വിചാരിച്ച് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഇവിടെ കിടന്നതാണ്, എന്തായാലും കഴിഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിൽ നിന്ന് പോകുന്നതന്നെയല്ല, എന്താണ് ജീവിതത്തിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ്, എന്നാലും ഞാൻ ചിന്തിക്കുന്നത് നീ എനിക്ക് വേണ്ടിയിട്ട് അത്രയും സ്ട്രോങ് ആയി നിന്നല്ലോ എന്നാണ് ഞാൻ അപ്പം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചത് എന്നൊക്കെ രാധികനോട് പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, വരുണിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, വരുണിന് വേണ്ടി ഞാൻ എവിടെ വേണമെങ്കിലും സംസാരിക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ പറയാണ്. അവൻ വരുണ് പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാനും ചിന്തിച്ചത്, നിൻ്റെ ആ ധൈര്യമൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, പക്ഷെ വരുണിൻ്റെ മുഖത്ത് ഇങ്ങനെ ഭയങ്കര സങ്കടം ഇതൊക്കെയാണല്ലോ, എന്താണ് ഇങ്ങനെ ടെൻഷനായി നിൽക്കുന്നത്, അതൊന്നും എനിക്ക് കാണാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ പറയണ്. അവൻ വരുൺ പറയുന്നുണ്ട്, എന്നാൽ നീ എന്നെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ രാധിക പറയും, എന്നാൽ ഞാൻ കിച്ചണിൽ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കാം, എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറയുമ്പോൾ വരുണറിയുന്നുണ്ട്, അതൊന്നും വേണ്ട, അതൊന്നും എനിക്ക് സന്തോഷിപ്പിക്കാനൊന്നും ആവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഉള്ള പറയുന്നുണ്ട്,
എനിക്ക് മനസ്സിന് സങ്കടം എന്തെങ്കിലുമൊക്കെ വന്നാൽ ഒന്നുകിൽ ഞാൻ അച്ഛനും അമ്മയ്ക്കും വിളിക്കും, അല്ലെങ്കിൽ ഞാൻ ഫിദ മേഡത്തിനൊക്കെ വിളിക്കും. എന്നാൽ ഞാൻ അവർക്ക് ഫോൺ ചെയ്യല്ലേ എന്നൊക്കെ പറയുമ്പോൾ വരുൺ അറിയുന്നുണ്ട്, ഓ ഈ നട്ട പാതിരക്കാണ് നീ അവർക്കൊക്കെ ഫോൺ ചെയ്യുന്നത്, അവർക്ക് മര്യാദക്ക് ഉറങ്ങിക്കോട്ടെ, അതൊന്നും വേണ്ട എന്നൊക്കെ പറയും. അപ്പം അല്ലാതെ പിന്നെ എന്താ ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ വരുൺ അറിയുന്നുണ്ട്, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നീ ഒരു പാട്ട് പാടുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ രാധിക അറിയണ്ടേ, ഇപ്പോഴോ ഈ രാത്രിക്കാണ് പാട്ട് പാടുന്നത്, എല്ലാവരും കേൾക്കും എന്നൊക്കെ പറയുന്നത്. അവൻ വരുൺ അറിയണ്ടേ, എന്തായാലും നീ അത്ര മോശപ്പെട്ട പാട്ടൊന്നും ആവില്ല പാടുക, ആരും കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ള പാട്ടൊന്നും പാടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല, നീ പാടിക്കോ എന്നൊക്കെ പറയാണ്. അപ്പോൾ രാധിക സമ്മതിക്കുന്നില്ല, വേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഇവിടെ കിടന്നുറങ്ങാം, നേരം വെളുത്തിട്ട് നമുക്ക് പാട്ട് പാടാം എന്നൊക്കെ അങ്ങനെ പറയാണ്. അവൻ വരുണും സമ്മതിക്കുന്നില്ല, അതെന്തായാലും നടക്കത്തില്ല, നീ ഇപ്പം തന്നെ പാട്ട് പാടാം, അല്ലെങ്കിൽ എൻ്റെ ഈ സ്ഥായിയായ മുഖം ഭാവം ഇങ്ങനെ ഫുൾ ടൈം രാവിലെ വരെ ഇതുപോലെ തന്നെ ആയിരിക്കും, ഇങ്ങനെ സാഡായിട്ടിരിക്കും, അത് വേണമെന്നൊക്കെ പറയുമ്പോൾ രാധിക ഉണ്ട്, എന്നാൽ വേണ്ട, ഞാൻ പാട്ട് പാടാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരു പാട്ട് ഇങ്ങനെ ഒരു താരാട്ട് പാട്ട് ഇങ്ങനെ പാടുകയാണ്. പിന്നെ ലാസ്റ്റ് അവന് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് രാധിക ഇങ്ങനെ പറയുന്നുണ്ട്, വരുണിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ ഞാൻ ആരെക്കൊണ്ട് സമ്മതിപ്പിക്കില്ല, ഞാൻ ആ കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യും, കാരണം വരുൺ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്, അത് ആരെന്ത് ചെയ്താൽ ഞാൻ എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ ഇങ്ങനെ അവളിങ്ങനെ ഓരോന്നിങ്ങനെ അവനെ ഉറങ്ങുന്ന മുഖം നോക്കി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നേരം വെളുത്തിട്ടുണ്ട്. അപ്പോൾ നേരം വെളുത്തപ്പോൾ നേരെ ഉർവശിയും കൽപ്പനയും കൂടി ധൃതിയിൽ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ പോവാണ്. അപ്പോൾ എന്തിനാണ് അവർ വിളിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ അവർ വെറുത്തുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിലാണ് താഴേക്ക് പോകുന്നത്. അവൻ താഴെ അവിടെ ജയഭാരതി മുത്തശ്ശിയുണ്ട്, പത്മിനിയും പിന്നെ വരുണും രാധികയും എല്ലാവരും ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ അവിടെ വന്നിട്ട് ഇങ്ങനെ പത്മിനിയോട് പറയുന്നുണ്ട്, എന്തിനാ അമ്മയെ വിളിപ്പിച്ചതെന്നൊക്കെ ഇങ്ങനെ കൽപ്പന ചോദിക്കുകയാണ്. അവൻ കൽപ്പനയോട് ഉർവശിനോട് അവരെ വാൺ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്, ഗൗതമിന് ഫോൺ ചെയ്തതെന്നൊക്കെ. അവൻ പത്മിനി പറയുന്നുണ്ട്, നീ ഉർവശി നീ നിൻ്റെ മകനെ വിളിക്കാറുണ്ടോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, ഞാനിതുവരെ അവനെ വിളിച്ചിട്ട് പോലുമില്ല, ഞങ്ങൾ തമ്മിലിപ്പോൾ യാതൊരു കോണ്ടാക്റ്റോ ഒന്നുമില്ല, ഞാനിപ്പോൾ അവനെ സ്വന്തം മകനാണെന്നുള്ള കാര്യം പോലും മറന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഫോൺ ചെയ്യലോ ഒന്നുമില്ല, കാരണം ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇപ്പോൾ ഇല്ല, ഞാനിപ്പോൾ അവൻ്റെ മകനോ അമ്മ എന്നുള്ള ഒരു യാതൊരു രീതിയിലും ഞങ്ങൾ സംസാരിക്കുന്ന പോലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ഉർവശി പറയണേ. അത് കേട്ടപ്പം വരുണ് പറയുന്നുണ്ട്, ചെറിയമ്മ കള്ളം പറയുകയാണെന്ന് എന്തായാലും അറിയാം, സ്വന്തം മകനല്ലേ, അപ്പോൾ എന്തായാലും വിളിക്കുന്ന ഉറപ്പാണ്, പിന്നെ ഇന്നലെ നിങ്ങളുടെ മകന് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയെന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ അവനും പറയാണ്. അവനെ ഇന്നലെ നാട്ടുകാരിടയിൽ വരുണിനെ നാണം കെടുത്തി, നാട്ടുകാരിടയിൽ അവനെ തല്ലാനൊക്കെ നിന്ന്, നാട്ടുകാരെ കൊണ്ടാണ് അവനെ തല്ലിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ ജയഭാരതി മുത്തശ്ശി ഇങ്ങനെ ഉർവശിനോട് പറയാണ്. അത്രയും നാണം കെടുത്തി വിട്ടതാണ് അവൻ ഇന്നലെ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ പത്മിനിയും പറയുന്നുണ്ട്, എന്തായാലും അവനിനി വിളിക്കാനോ ഒന്നിനും പോകരുത്, അവൻ ഇന്നലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി, ഈ കുടുംബത്തിൽ ഒത്തിരി പ്രശ്നങ്ങളാണ് അവൻ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ജയഭാരതി മുത്തശ്ശിയും പിന്നെ അടുത്തതായിട്ട് പറയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, പിന്നെ നീ ഒരു കാര്യം ചിന്തിക്കണം, നിൻ്റെ ഭർത്താവ് ജയിലിലാണ്, നിൻ്റെ മകനാണെങ്കിൽ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയതാണ്, എന്തായാലും ഇനി അവനെ അകത്തേക്ക് കയറ്റുന്ന ഒരു തീരുമാനം ഇവിടെ ഉണ്ടാകത്തുമില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് നീ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നുള്ള ധാരണ നന്നായിട്ട് നിനക്ക് വേണം എന്നൊക്കെ ഇങ്ങനെ ജയഭാരതി മുത്തശ്ശിയും പറയുകയാണ് ഉർവശിനോട്. അപ്പോൾ ഉർവശി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അവർക്ക് വിളിക്കാനോ ഒന്നിനും പോകുന്നുമില്ല, ഞാൻ അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പിന്നെ എനിക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട, കാരണം പട്ടിണി കിടന്ന് അലഞ്ഞ് തിരിഞ്ഞ് നടക്കാൻ എന്നെക്കൊണ്ട് വയ്യ എന്നൊക്കെ ഇങ്ങനെ ഉർവശിയും പറയാണ്. അത് കേട്ടിട്ട് പത്മിനിയും പറയുന്നുണ്ട്, ആ ഒരു ധാരണ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, ഇവിടുന്ന് പുറത്ത് പോകേണ്ടി വരുന്ന്, അതുകൊണ്ട് അവനുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഒന്നും ഉണ്ടാവരുത്, അവന് നാണം കെടുത്തിയ പോലെ ഇനിയും അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ നിൽക്കുന്നു എന്തായാലും അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി എന്തെങ്കിലും കോണ്ടാക്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പുറത്താക്കും എന്നൊക്കെ പറയണം. അവൻ വരുണ് പറയുന്നുണ്ട്, ചെറിയമ്മനോട് ഒറ്റക്കല്ല ഏടത്തിനോടും കൂടിയാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട്, എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക് വരുണ്, ഞാൻ എന്തായാലും എന്തിനും വിളിക്കാനോ ഒരു കാര്യത്തിന് ഞാൻ പോകുന്നില്ല എന്നൊക്കെ കൽപ്പനയും പറയാണ്.
അപ്പം പിന്നെ പത്മിനി പറയുന്നുണ്ട് എന്നാൽ പിന്നെ നിങ്ങൾ പൊയ്ക്കോളൂ എന്നൊക്കെ പറയണേ. അപ്പോൾ ഇവർ പിന്നെ നേരെ റൂമിൽ തന്നെ മേലെ കയറി പോവുകയാണ്. ആ കയറി പോകുന്ന സമയത്ത് വരുണ് പറയുന്നുണ്ട്, എൻ്റെ അമ്മേ മുത്തശ്ശി ഇവരോടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വാൺ ചെയ്തെന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പം ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളൊരു ധാരണ അവർക്ക് ഉണ്ടായിക്കോട്ടെ, അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയും പറയണേ. അതൊക്കെ കേട്ടിട്ട് രാധിക പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി, നമ്മൾക്ക് ഇതേക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളൊരു ബോധമൊക്കെ എന്തായാലും അവർക്കുണ്ടായിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇതേ സമയത്ത് പിന്നെ ഇവർ നേരെ റൂമിൽ പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാലും ആ രാധികയുടെ ഒരു സംസാരം ഇതുവരെ മിണ്ടാതിരുന്ന് ഒന്നും ശബ്ദം ഉയർത്താത്ത ഒരാളൊക്കെയാണ് ഇപ്പോൾ നന്നായി സംസാരിക്കുന്നത് എന്നുള്ള ധാരണയിലാണ് അവരിങ്ങനെ മനസ്സിലെന്തായാലും അവിടെ കിടന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ഇതുവരെ മിണ്ടാതെ ഒന്നും പറയാതെ പ്രതികരിക്കാത്ത ഒരു പെൺകുട്ടിയായിരുന്നു രാധിക. പക്ഷേ അവളിപ്പം നന്നായിട്ട് പ്രതികരിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് എന്തായാലും ഷോക്കായി നിൽക്കുകയാണ് ഇവർ രണ്ടുപേരും. എന്നിട്ട് നേരെ ഈ ഉർവശി ഗൗതമിനെ ആ സ്പോട്ടിൽ തന്നെ വിളിക്കുന്നുണ്ട്. വിളിക്കരുതെന്ന് പറഞ്ഞ് പോയ അവർ ആ റൂമിലെത്തിയിട്ട് വീണ്ടും വിളിക്കുകയാണ്. അപ്പം ഗൗതം ഇങ്ങനെ നടന്നു പോയിട്ടിരിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുമ്പോൾ ഫോൺ എടുത്തിട്ട് അമ്മയെ പറയൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉർവശി പറയുന്നുണ്ട്, എടാ നീ ഇന്നലെ ചെയ്തതിൻ്റെ വിചാരണയാണ് ഇപ്പം താഴത്ത് എന്നോട് നടന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ആ വിചാരണ കഴിഞ്ഞപ്പോൾ ഇവിടെ കയറി വരികയാണ് എന്നൊക്കെ ഇങ്ങനെ ഗൗതമിനോട് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അവർ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, അത് ഞാൻ ആ പ്രിയങ്കേനെയും മുത്തശ്ശിനെയും എങ്ങനെയെങ്കിലും കണിമംഗലത്തേക്ക് തിരിച്ച് കയറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. പക്ഷെ അതൊക്കെ ഒന്ന് ഫ്ലോപ്പായി പോയി എന്നൊക്കെ ഇങ്ങനെ ഗൗതം പറയാണ്. അവൻ സുകുമാരി പറയുന്നുണ്ട്, അവരിവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് പ്രശ്നമായത്. അവർ പോയതിന് ശേഷം ഇവിടെയുള്ള എല്ലാവരുടെയും നാവ് പൊന്തിയിരിക്കുകയാണ്. കാരണം അവർ ഇവിടെ ഉള്ള സമയത്ത് അവരെല്ലാവരും തലയും താത്തി നാണം കെട്ട് നിന്നിരുന്ന ആൾക്കാരാണ്. അവരൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്ത് പോയപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും നല്ല നാക്കാണ്, നല്ല സംസാരമാണ് എന്നൊക്കെ ഇങ്ങനെ ഉർവശി പറയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവർ രണ്ടുപേരും ഇങ്ങോട്ട് കയറ്റാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ ഗൗതമിനോട് പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട്, അമ്മ ഒരു കാര്യത്തിലും പേടിക്കേണ്ട, ഇന്ന് എന്തായാലും അത് സംഭവിച്ചിരിക്കും. ആ CI സാർ എന്തായാലും ചാർജ് എടുത്തിട്ടുണ്ട്. ഇന്ന് മുതൽ നാളെ മുതൽ ചാർജ് എടുക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ നല്ലൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. സാധാരണ പോലെ ഇങ്ങനെ കയറി വരുന്നല്ല, നല്ല അധികാരത്തിൽ തന്നെ അവർ രണ്ടുപേരും ഇന്ന് തന്നെ അവിടെ കയറി വരുന്നത് അമ്മ കണ്ടുകൊണ്ടു എന്നൊക്കെ ഇങ്ങനെ ഉർവശിനോട് പറഞ്ഞിട്ട് ഗൗതം പറയുന്നുണ്ട്, ഇനി അമ്മ അവർ കയറി കഴിഞ്ഞതിന് ശേഷം എന്നെ ഒന്ന് വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് ഇവർ രണ്ടാളും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കൽപ്പന അവിടെ ഒരു ടേബിളിൽ ഇരുന്നിട്ട് ഇങ്ങനെ അവിടെ പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നും ഇല്ലാതെ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ കൽപ്പനയോട് വേഗം ഫോൺ വെച്ചിട്ട് ഉർവശി ഭയങ്കര ആവേശത്ത് പറയുന്നുണ്ട്, ഇടി കൽപ്പനയെ പ്രിയങ്കയും മുത്തശ്ശിയും കൂടി ഇന്ന് തിരിച്ചു വരുന്നതാണ് ഗൗതം പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഇവള് അത് കേട്ട് ഒന്ന് സന്തോഷിച്ചിട്ട് ആണോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അതെ, അവൻ നല്ല ആവേശത്തിലാണ് പറഞ്ഞത്. പിന്നെ അവൻ പറഞ്ഞ് സാധാരണ പോലെ ഒന്നല്ല കയറി വരുന്നത്, നല്ല അധികാരത്തിൽ തന്നെ അവർ രണ്ടുപേരും കയറി വരും എന്നൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ കൽപ്പന പിന്നെ അങ്ങനെ പറയുന്നുണ്ട്, കയറി വന്നാൽ നല്ലത്, എന്തായാലും ഇതിന് മുന്നേ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും നടന്നിട്ടൊന്നുമില്ല, എന്തായാലും നോക്കാമെന്നുള്ള രീതിയിൽ കൽപ്പന വലിയ പ്രതീക്ഷയൊന്നും ഇല്ലെങ്കിലും ഒരു സന്തോഷിക്കാനുള്ളൊരു വകയിൽ ഇങ്ങനെ അവൾ നിൽക്കുകയാണ്. പിന്നെ നേരെ ആറ്റുവാശ്ശേരിയിൽ കാണിക്കുന്നുണ്ട്. ആറ്റുവാശ്ശേരിയിൽ ദേവനിങ്ങനെ അവരുടെ കട്ടിലിൽ കിടന്നിട്ടൊരു ബുക്ക് ഇങ്ങനെ വായിക്കുകയാണ്. പക്ഷേ അതൊരു ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ദേവൻ ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ പ്രത്യേകിച്ച് വല്ല പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ ഇങ്ങനെ ദേവൻ ചോദിക്കുന്ന സമയത്ത് യശോദ പറയുന്നുണ്ട്, എന്തായാലും ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല, അമ്മക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും സംസാരമൊന്നും കേൾക്കുന്നില്ല, ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് എന്നൊക്കെ വിചാരിക്കാന്നൊക്കെ പറയുന്ന സമയത്തുണ്ടാകും ദേവൻ പറയുന്നുണ്ട്, എന്തായാലും അമ്മക്ക് മനസ്സിലാക്കിയ നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് മുത്തശ്ശി ഇങ്ങനെ, എടാ ദേവാ ഓടി വാടാ യശോദേ പെട്ടെന്ന് വാ എന്നൊക്കെ പറയുമ്പോൾ ഇവരറിയുന്നുണ്ട്, തുടങ്ങി, നമ്മൾ പറഞ്ഞ് നാവെടുത്തിട്ടുള്ളൂ അപ്പം തന്നെ തുടങ്ങി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. പക്ഷെ മുത്തശ്ശി നിലവിളിക്കണേ, എടാ മോനെ അവൾ നമ്മളെ ചതിച്ചടാ, അവൾ പോയി, എൻ്റെ മോള് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിക്കാണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ വിചാരിച്ച് ഇവർ നേരെ ഓടിപ്പോയി ജനൽ തുറന്ന് നോക്കുമ്പോൾ ഉണ്ടാകും ഈ
പ്രിയങ്ക ഫാനിൽ കെട്ടി തൂങ്ങി ഇങ്ങനെ മരിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവളെ കാലം പിടിച്ച് മുറുക്കി പിടിച്ചുകൊണ്ട് സുകുമാരി മുത്തശ്ശി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഇവരാകെ ഷോക്കായി നിൽക്കുകയാണ്. ഇവർ എൻ്റെ അമ്മ എൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞിട്ട് യശോദയും ദേവനും കൂടെ ഭയങ്കര കരച്ചിലും ബഹളമായിട്ട് വേഗം ഡോറൊക്കെ തുറന്നിട്ട് നേരെ ഓടിപ്പോയി അവളെ അടുത്തങ്ങോട്ട് എത്തുമ്പോൾ നേരെ ഈ പ്രിയങ്ക കഴുത്തിലുള്ള ഷാള് കുരുക്കിയത് അങ്ങനെ അയച്ചിട്ട് പറ്റിച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ചാടി ചിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയും ചിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും എന്താ വിചാരിച്ചത്? ഞങ്ങളിവിടെ ആജീവനാന്ത ഇവിടെ വാതിലടിച്ച് ഇവിടെ ഇങ്ങനെ വെക്കാമെന്നോ? ഞങ്ങളെ ഇതൊക്കെ ഫുൾ പ്ലാനിങ് ആയിരുന്നു. നിങ്ങൾ ഡോറ് തുറക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാൻ പോവാണ്. ഞങ്ങൾക്ക് തോന്നിയ പോലെ ഞങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ ജീവിക്കാൻ പോവാണ്. പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരൊക്കെ തള്ളി മാറ്റി ഇവരിങ്ങനെ പുറത്തേക്ക് ഓടാൻ നേരത്ത് നേരെ ദേവനെ അമ്മയുടെ കൈ പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ നിങ്ങളിങ്ങനെ പോകരുത്, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, കാരണം നിങ്ങൾ ഇവിടെ നിന്ന് പോയാൽ അത് വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മുറുക്കി പിടിക്കണം. ആ സമയത്ത് മുത്തശ്ശി നീ പോടാ ഞങ്ങൾ പോകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിയും വലിയൊക്കെ അങ്ങനെ കൂടുകയാണ്. ആ പിടിവലി കൂടുന്നതിൻ്റെ ഇടയിൽ ഈ പ്രിയങ്കയും എൻ്റെ അമ്മേനെ വീട്ടിൽ എൻ്റെ മുത്തശ്ശീനെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ദേവനെ പിടിച്ച് തള്ളുന്നൊക്കെ ഉണ്ട്. അവളുടെ ഒരു തള്ളല് ദേവനെ നേരെ പോയി ആ ജനലിൻ്റെ അരികിൽ പോയിട്ട് തെറിച്ച് വീയാണ്. അപ്പോൾ ദേവൻ വീഴുന്ന കണ്ട പിന്നെ യശോദ വേഗം ഓടിപ്പോയിട്ട് ദേവനെ പിടിക്കാൻ നിൽക്കണ്. ദേവേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റി വിചാരിച്ച് വേഗം ദേവൻ്റെ അടുത്ത് പോകുമ്പോൾ ഇവർ രണ്ടുപേരും ഒരു കുഴപ്പമില്ല അവർക്ക്, ദേവനെന്തേ പറ്റിയെന്നുള്ള ചിന്തയൊന്നുമില്ല അവർക്ക്. അവർ വേഗം ചിരിച്ചുകൊണ്ട് അവിടുന്ന് വേഗം ഡോറ് പുറത്തേക്ക് ചാടിയിട്ട് നേരെ ഡോറ് ലോക്ക് ചെയ്ത് കീ അവരെ കൈ വെക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പുറത്തുനിന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, നീ ഞങ്ങളിതുവരെ പൂട്ടിയിട്ടില്ലേ, ഇനി നിങ്ങൾ രണ്ടുപേരും നീയും നിൻ്റെ ഭാര്യയും കൂടി അതിൻ്റെ ഉള്ളിൽ കുറച്ചു നേരം കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വേഗം അവിടെ നിന്ന് സ്കൂട്ടാവാണ്. ഇവർ നേരെ പോകുന്നത് എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യശോദയും ദേവനും അവിടെ നിന്ന് മുത്തശ്ശി ഇങ്ങനെ ഒരു പണി പറ്റിക്കൊന്നും വിചാരിച്ചിട്ടില്ല, എങ്ങനെയെങ്കിലും ഡോർ തുറക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ വേഗം ഡോറ് പോയി മുട്ടുന്നൊക്കെ ഉണ്ട്. തുറക്ക് അമ്മ ഡോറ് തുറക്ക് എന്നൊക്കെ പറയുമ്പോൾ യശോദ പറയുന്നുണ്ട്, അമ്മ എന്തായാലും ഇവിടുന്ന് പുറത്ത് പോകുന്നത് ശരിയാകത്തില്ല, അത് കൂടുതൽ പ്രശ്നങ്ങളെ ഉണ്ടാക്കത്തുള്ളൂ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെ തടയണമെന്ന് വിചാരിച്ച് അവർ ഡോറ് തുറക്കാൻ നോക്കിയിട്ടൊന്നും അവർ തുറക്കുന്നില്ല. അവരെന്തായാലും വീട്ടിൽ നിന്ന് പുറത്ത് പോയിരിക്കണേ. അപ്പോൾ ദേവൻ വാ നമുക്ക് അത് വഴി പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് റൂമിൻ്റെ വേറൊരു വഴി കൂടെ ആ റൂമിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ്. അവൻ പുറത്ത് കിടന്നിട്ട് നേരെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ അവരാരും കാണാനില്ല, അവരെന്തായാലും പോയിട്ടുണ്ട്. അപ്പം ദേവൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ജംഗ്ഷൻ വരെ ഒന്ന് പോയി നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ യശോദ അറിയുന്നുണ്ട്, നമ്മുടെ അമ്മേനെ കുറ്റിയിട്ടെങ്കിൽ അമ്മേൻ്റെ മനസ്സ് നമുക്ക് കാണാൻ പറ്റിയില്ല, അമ്മേൻ്റെ തന്ത്രമായിരുന്നു ഇതെന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവൻ പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് ചെല്ലട്ടെ, ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ, അല്ലെങ്കിൽ അവർ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നെ കണിമംഗലത്ത് ഉർവശിയും കൽപ്പനയും കൂടി ഇങ്ങനെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഇന്നെന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് വിചാരിച്ച് പറഞ്ഞതല്ലേ ഗൗതം എന്നുള്ള ചിന്തയിൽ ഇവരിങ്ങനെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഈ പ്രിയങ്കയും മുത്തശ്ശിയും കൂടി ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ നിൽക്കുകയാണ്. അപ്പോൾ എത്ര കാത്തു നിന്നിട്ടും വരുന്നൊന്നുമില്ല. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, മുന്നേ നമ്മൾ പല കാര്യങ്ങളൊക്കെ കാത്തു നിന്നാണ്, എന്നിട്ട് പ്രത്യേകിച്ച് എന്തേ ഫലങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, അതുപോലൊക്കെ തന്നെ ആയിരിക്കും ഇതും, എന്തായാലും നടക്കാനൊന്നും പോകുന്നില്ല, എന്നാലും ഒരു ചെറിയൊരു പ്രതീക്ഷ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവൾ അവിടെ നിൽക്കുമ്പോൾ ഉർവശി പറയുന്നുണ്ട്, അല്ല ഗൗതം പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു നല്ല അധികാരത്തിൽ തന്നെയാണ് അവർ രണ്ടുപേരും ഇങ്ങോട്ട് കയറി വരുന്നതെന്നൊക്കെ ഗൗതം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്ലാൻ കണ്ടിരിക്കും, കാരണം ഇവനിങ്ങനെ തോറ്റ് അവസാനം ജയിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അവനിങ്ങനെ ജയിച്ച് കയറി വരുന്നത് നിനക്ക് എന്തായാലും കാണാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കൽപ്പന നമുക്ക് നോക്കാം, എന്തായാലും എനിക്ക് പ്രതീക്ഷ ഒന്നും വലുതായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ കാത്തു നിൽക്കുന്ന സമയത്തുണ്ടാകും ഒരു പോലീസ് ജീപ്പ് ഇങ്ങനെ അങ്ങോട്ട് കയറി വരികയാണ്. ഇത് കണ്ടപ്പോൾ പിന്നെ ഇവർക്ക് ഭയങ്കര സന്തോഷം വരികയാണ്. ഇവരിങ്ങനെ ചാടി തുള്ളി കളിക്കുകയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും അതാ പോലീസ് ജീപ്പ് വരുന്നുണ്ട്, അപ്പോൾ പ്ലാനിങ് ഏകദേശം വർക്കൗട്ട് ആയി എന്നാണ് തോന്നുന്നത്. ഇതെന്തായാലും പ്രിയങ്കനെയും മുത്തശ്ശിനെയും ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള വണ്ടിയാണെന്ന് അവർക്ക് കൺഫേം ആയിരിക്കണം. അപ്പോൾ ഇവർ വേഗം അച്ഛാ അമ്മയെ ഓടി വാ എന്നൊക്കെ പറഞ്ഞിട്ട് കരയാൻ ഒരു സങ്കടത്തിൽ വിളിക്കുകയാണ്. ഇവരെ മനസ്സിൽ നല്ല സന്തോഷമാണെങ്കിലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ അമ്മയെ വേഗം വാ, ഇവിടെ
ഇത് പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്, പെട്ടെന്ന് വാ എന്നൊക്കെ പറയുമ്പോൾ വരുണ രാധിക ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. അവൻ വരുണ രാധികയും പുറത്ത് വന്നിട്ടുമ്പോൾ ഈ CI ആയിരിക്കും ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. ഈ CI ചാർജ് എടുത്ത് യൂണിഫോമിൽ കേസ്, ആദ്യത്തെ കേസ് തന്നെ ഇവരെ കേസിക്കും വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ചാർജ് എടുത്ത ആ ദിവസം തന്നെ. എന്നിട്ട് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് വരുണും രാധികക്കും മനസ്സിലായിട്ടുണ്ട് എന്തോ ഒരു കളിയും കൊണ്ടാണ് ഇവർ വരുന്നത്, എന്തോ ഒരു പണിയായിട്ടാണ്, എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാനും ആണ് ഇതെന്ന് അവർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അവൻ വരുണിങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ CI പറയുന്നുണ്ട്, ഞാനേ ചാർജ് എടുത്തിട്ട് ആദ്യത്തെ ദിവസമാണ്, അപ്പോൾ ഒന്ന് നിന്നെയൊക്കെ ഒന്ന് കണ്ടിട്ട് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചെന്നൊക്കെ പറയുമ്പോൾ വരും ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾ ചാർജ് എടുക്കുന്നത് ഞാനുമായിട്ട് എന്താ ബന്ധം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ CI പറയുന്നുണ്ട്, നമുക്ക് കുറച്ച് കണക്കുകളൊക്കെ ബാക്കിയുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ രാധിക ഇതൊക്കെ കേട്ടിട്ട് രാധിക നല്ല സ്ട്രോങ് ആയിട്ട് സംസാരിക്കണേ. രാധിക പറയുന്നുണ്ട്, അല്ല എന്ത് കണക്കാണ് നിങ്ങളുമായിട്ട് ബാക്കിയുള്ളത്, നിങ്ങളായിട്ട് എന്തെങ്കിലും പഴയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ ഈ CI അവളോട് പറയുന്നുണ്ട്, അല്ല നിൻ്റെ നാക്കൊക്കെ ഇപ്പം നല്ല പൊന്തിയിട്ടുണ്ടല്ലോ, നല്ല സംസാരമൊക്കെ വന്നല്ലോ ഈ പെണ്ണ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, നിങ്ങളുടെ യൂണിഫോം നിങ്ങളുടെ ശരീരത്തിൽ കുറച്ച് കാലം ഇല്ല എന്നുള്ള അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞങ്ങളല്ല, അത് നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ടാണ്, അല്ലാതെ ഞങ്ങൾ കാരണമല്ല നിങ്ങളുടെ യൂണിഫോം പോയത്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ നാട്ടുകാർക്കിടയിൽ തല്ലാൻ യൂണിഫോം ഇല്ലാത്ത നിങ്ങൾ വരുണിനെ തല്ലാനൊക്കെ വന്നാൽ പിന്നെ ഞങ്ങളെന്താ നോക്കി നിൽക്കണം വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ രാധിക ഇങ്ങനെ ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് സൂര്യ അവിടെ അടുത്തുണ്ട്. അപ്പോൾ സൂര്യ ഇങ്ങനെ വന്നിട്ട് പറയണേ, ഇത്ര ചീപ്പായിട്ടുള്ള ഒരു റിവെഞ്ചിനും വേണ്ടി കണിമംഗലത്തേക്ക് നിങ്ങൾ ഷോ കാണിക്കാൻ വരേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഈ CIനോട് പറയുമ്പോൾ CI ഇങ്ങനെ പറയുന്നുണ്ട്, നിർത്തടാ, നീ എന്താ എന്നെ പറ്റി വിചാരിച്ചത്, ഞാനേ ഇവിടെ വന്ന് ഇങ്ങനെ ഷോ ഇടുന്നുണ്ടെങ്കിൽ അതിന് തക്കതായൊരു കാരണമുണ്ട് അതിന് പിന്നിൽ, അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിങ്ങോട്ട് വന്നത്, അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ബഹളമൊക്കെ കേട്ടിട്ട് നേരെ വരുണിൻ്റെ അച്ഛനും പത്മിനിയും മുത്തശ്ശിയും കൂടി വീടിൻ്റെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ എന്താ എന്താ ഇവിടെ ബഹളം എന്നൊക്കെ ഇങ്ങനെ വരുണിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്. അപ്പോൾ CI സാറ് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളാണ് ഈ വീട്ടിലെ കുടുംബനാഥൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഞാനാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ CI പറയുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെയൊക്കെ പേരിൽ ഈ വീട്ടിലുള്ള എല്ലാവരുടെ പേരിലും എനിക്കൊരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്, പ്രിയങ്ക എന്നൊരു പെൺകുട്ടിയുടെ പേരിൽ. അവൾ പിന്നെ ആരാന്നൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയത്താണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ എന്തായാലും ആ ഭാഗത്ത് തീരെയാണ് എപ്പിസോഡെങ്കിലും പ്രിയങ്ക അങ്ങോട്ട് വരാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. പക്ഷേ പ്രിയങ്കക്ക് തലക്ക് സുഖമില്ലാത്തൊരു പെൺകുട്ടിയല്ല, അവളെങ്ങനെ കംപ്ലൈൻറ്റ് തരിക എന്നുള്ള ഒരു ഡൗട്ടും എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, രാധിക അല്ല പ്രിയങ്ക ഇനി കണിമംഗലത്തേക്ക് തന്നെ തിരിച്ച് കയറാനുള്ള ചാൻസ് ഉണ്ടോ, ഇതും ഈ പ്ലാന് അവരുടേത് ഫ്ലോപ്പ് ആവാനും ഒരു ചാൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കി കാണുക തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ ഗായ്സ്, ബൈ ആൾ.